എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇമോഷൻസ് ആണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇമോഷൻസ് തീരെ മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉള്ള ഒരു ക്ലയൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? മെൻ്റൽ ഹെൽത്തിൻ്റെ ഫണ്ടമെൻ്റൽ ആണ് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു, എങ്ങനെ നമ്മളതിനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇമോഷണൽ റെഗുലേഷൻ, എന്തുകൊണ്ടാണ് ഇതൊരു കോർ തെറാപ്യൂട്ടിക് സ്കില്ലാവുന്നത്, ആൻഡ് ഏതൊക്കെ രീതിയിലാണ് കൃത്യമായി ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും ക്ലയൻസിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നെല്ലാമാണ്. ഐ എം അഷിത നവാദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം എന്താണ് ഇമോഷണൽ റെഗുലേഷൻ? ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇമോഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇമോഷൻസ് നമുക്ക് ഉണ്ടാവുന്നത് ഒരു മോശം കാര്യമൊന്നുമില്ല. എല്ലാ മനുഷ്യന്മാർക്കും ബേസിക്കലി ഉണ്ടാവുന്ന കാര്യം തന്നെയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിനെ ഏതെങ്കിലും രീതിയിൽ സപ്രസ് ചെയ്ത് വയ്ക്കാനോ ഇതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാനോ അല്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ അറൗണ്ടുള്ള ടെമ്പറേച്ചർ മാനേജ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ റൂംസിലൊക്കെ AC ഫിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കും. ഇത് തന്നെയാണ് ബേസിക്കലി ഇമോഷണൽ റെഗുലേഷനിലും നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസ് നമ്മൾ ഏത് സിറ്റുവേഷൻസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, എത്ര ഇൻറ്റൻസിറ്റിയിലാണ് നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഇമോഷണൽ റെഗുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചില സിറ്റുവേഷൻസിൽ നമ്മുടെ ഇമോഷൻസ് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ഇതൊരു ഡിസ്ട്രെസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനിലേക്കോ ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓൾസോ ചില മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ്റെ പാർട്ടായിട്ടും നമുക്ക് ഇമോഷണൽ ഡിസ്റെഗുലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇമോഷണൽ റെഗുലേഷൻ ഒരു കോർ തെറാപ്യൂട്ടിക് സ്കില്ലാവുന്നത്? ഇമോഷണൽ റെഗുലേഷൻ തെറപ്പിയിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങളിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷനും ആയിരിക്കും, നമ്മൾ ക്ലയൻസിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സ്കില്ലും ആയിരിക്കും. ഇമോഷണൽ റെഗുലേഷനിൽ ബുദ്ധിമുട്ടുള്ളൊരു ക്ലയൻ്റാണ് നമുക്കുള്ളതെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ തെറപ്പിസ്റ്റും ക്ലയൻറ്റും എവിടെ നിന്നാണ് ഈ ഡിസ്റെഗുലേഷൻ റൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രോമ കാരണമാണോ, അല്ലെങ്കിൽ അവർക്ക് സ്കിൽസ് ഇല്ലാത്തത് കൊണ്ടാണോ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബയോളജിക്കൽ പ്രീഡിസ്പൊസിഷൻ കാരണമാണോ നമ്മുടെ ക്ലയൻസിന് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും ക്ലയൻസിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, ഈ സ്കില്ല് ക്ലയൻസിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ചില സിറ്റുവേഷനിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്സ്, അതായത് മൈൻഡ്ഫുൾനെസ് എക്സസൈസ് പോലെയുള്ള ടെക്നിക്സ് നമ്മൾ കൊടുക്കാറുണ്ട്, ഫോർ ഇൻസ്റ്റൻ്റ്ലി ഒന്ന് ഗ്രൗണ്ടഡ് ആവാൻ വേണ്ടി. പിന്നെ ലോങ് ടേമിലേക്ക് ഇതൊരു ബെനിഫിറ്റ് ആവാൻ വേണ്ടി നമ്മൾ ഇവർക്ക് തോട്ട്സ് റീഫ്രെയിം ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്ട്രെസ് ടോളറൻസ് സ്കിൽസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഈ റീസൺസ് കൊണ്ടെല്ലാമാണ് ഇമോഷണൽ റെഗുലേഷൻ ഒരു കോർ തെറാപ്യൂട്ടിക് സ്കില്ലൂടെ ആവുന്നത്. എങ്ങനെയാണ് ഇനി ഇമോഷണൽ റെഗുലേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ രീതിയിലാണ് ക്ലയൻസിനെ നമുക്ക് ഇതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ അതിനെപ്പറ്റി അവെയർ ആവുക എന്നുള്ളതാണ്. അവെയർ ആവുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവെയർ അല്ലാത്ത, നമ്മൾ കോൺഷ്യസ് അല്ലാത്ത ഒരു കാര്യത്തിനെ നമുക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇമോഷണലി ഇൻറ്റൻസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അതിൽ നിന്ന് കുറച്ച് മാറി നിന്ന് അതിനെ തന്നെ വ്യൂ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഞാൻ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടാണ് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്, ഞാൻ കുറച്ച് ഇൻറ്റൻസ്ലി ആണ് ഇപ്പോൾ ഈ ഇമോഷൻ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഏത് കാര്യമാണ് എന്നെ ഇപ്പോൾ ഇതിലേക്ക് ട്രിഗർ ചെയ്തത് എന്നുള്ളതിലേക്ക് നമുക്ക് പോയിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിലേക്കൊക്കെ എത്താൻ പറ്റുന്ന കുറച്ച് പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് ആണ് മൈൻഡ്ഫുൾനെസ് എക്സസൈസസ്, തോട്ട്സ് റീഫ്രെയിം ചെയ്യുന്നത്, ഓൾസോ ഡിസ്ട്രെസ് ടോളറൻസ് സ്കിൽസ്, ഇതുപോലെയുള്ള കുറേ ടെക്നിക്സ് ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബേസിക്സ് എപ്പോഴും ഇത് തന്നെയാണ്, അവെയർ ആവുക, എന്താണ് നമ്മളെ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളൊരു ബഡ്ഡിംഗ് തെറപ്പിസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷണൽ ജേർണിയിൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിന് ഇമോഷണൽ റെഗുലേഷൻ സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. സോ ഈ സ്കിൽസ് എന്താണെന്നും ഇമോഷണൽ റെഗുലേഷൻ എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും ഇത് നിങ്ങളുടെ ക്ലയൻസിന് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന ഇതുപോലത്തെ കൂടുതൽ പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസിനും കരിയർ അഡ്വൈസസിനും വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ തോട്ട്സും ഫീഡ്ബാക്സും കമൻസിൽ അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.